Early to bed and early to wake keeps a man healthy. അപ്പോൾ എന്തായാലും ഈ സുപ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രഭാത കേരളി ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം. ഓരോ ദിവസത്തിനും അതിന്റെ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഒരുപാട് ഓർമ്മകളുണ്ടാവും, പ്രത്യേകതകളുണ്ടാവും, അല്ലേ? അതൊക്കെ നോക്കണ്ടേ എന്താന്ന്? തീർച്ചയായും നമുക്ക് നോക്കാം. നാൾ വഴികളിൽ ഇന്ന് ഇംഗ്ലീഷ് ആഖ്യായികാരികളായ 3 ബ്രോണ്ടെ സഹോദരിമാരിൽ ഇളയവളായ ആനി ബ്രോണ്ടെ 1820 ഈ ദിവസമാണ് ജനിച്ചത്. ആഗ്നസ് ഗ്രേ ആനിയുടെ പ്രശസ്ത കൃതിയാണ്. സ്റ്റാനിൻ സ്റ്റാനിസ്ലേവ്സ്കിയുടെ ജന്മദിനമാണിന്ന്. 1863 അദ്ദേഹം ജനിച്ചത്. നടനും സംവിധായകനുമായിരുന്ന കോൺസ്റ്റാന്റിൻ സ്റ്റാനിസ്ലേവ്സ്കി ആധുനിക പാശ്ചാത്യ നാടകവേദിയെ സംബന്ധിച്ച് ആചാര്യസ്ഥാനീയനാണ്. സ്വാഭാവിക അഭിനയ ശൈലിയെക്കുറിച്ചും ക്രമനിബദ്ധമായ രംഗാവിഷ്കരണ സമ്പ്രദായത്തെക്കുറിച്ചും സ്റ്റാനിസ്ലേവ്സ്കി പുലർത്തിയ കാഴ്ചപ്പാടുകൾ യൂറോപ്യൻ അമേരിക്കൻ നാടകവേദികളെ സമഗ്രമായി നവീകരിക്കുന്നതിന് സഹായകമായി. 1898 സ്ഥാപിക്കപ്പെട്ട മോസ്കോ ആർട്ട് തിയേറ്ററിന്റെ സ്ഥാപകരിൽ പ്രമുഖനും സ്റ്റാനിസ്ലേവ്സ്കി ആയിരുന്നു. നോർവേക്കാരനായ ഇംഗ്ലീഷ് നോവലിസ്റ്റ് നെവിൽ ഷൂട്ട് 1899 ഈ ദിവസമാണ് ജനിച്ചത്. പിന്നീട് ഓസ്ട്രേലിയയിൽ താമസമാക്കിയ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ രചിക്കപ്പെട്ടതും അവിടെ വെച്ചാണ്. എ ടൌൺ ലൈക്ക് ആലിസ്, ഓൺ ദ ബീച്ച് എന്നിവ വിപുലമായി വായിക്കപ്പെട്ട ആഖ്യായികകളാണ്. അമേരിക്കക്കാരനായ ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനും ഒളിമ്പിക് മെഡൽ ജേതാവുമായ മുഹമ്മദ് അലി 1942 ഈ ദിവസമാണ് ജനിച്ചത്. കേഷ്യസ് ക്ലേ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം കറുത്തവരുടെ മുസ്ലിം പ്രസ്ഥാനത്തിൽ അംഗമായതോടെയാണ് മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചത്. നിർബന്ധിത സൈനിക സേവനത്തിന് തയ്യാറാകാത്തതിനെ തുടർന്ന് അമേരിക്കൻ അധികൃതർ അദ്ദേഹത്തിന്റെ ചാമ്പ്യൻ പദവി റദ്ദാക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് 2 വട്ടം മുഹമ്മദ് അലി ലോക ചാമ്പ്യൻ പദവി പൊരുതി നേടി. നടനും സംവിധായകനും പ്രൊഡ്യൂസറും രാഷ്ട്രീയ നേതാവുമായിരുന്ന MG രാമചന്ദ്രന്റെ ജന്മദിനമാണിന്ന്. 1917 ഈ ദിവസം മലയാളി ദമ്പതികളായ മേലകത്ത് ഗോപാലമേനോന്റെയും മരുതൂർ സത്യഭാമയുടെയും മകനായി ശ്രീലങ്കയിൽ ജനിച്ചു. 1935 മുതൽ 84 വരെ സിനിമയിലും 53 മുതൽ 87 വരെ രാഷ്ട്രീയ രംഗത്തും സജീവമായിരുന്നു. ഇന്ത്യൻ സിനിമാഭിനയ രംഗത്ത് നിന്നുള്ള ആദ്യ വ്യക്തിയായി 1977 തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. മാലൈക്കള്ളൻ, അമ്പേവ, റിക്ഷാക്കാരൻ, നാടോടി മന്നൻ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ്. 1988 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. നമ്മുടെ ഇന്നത്തെ അതിഥി ആരാണെന്നറിയാൻ നിങ്ങൾക്കൊരു ആങ്സൈറ്റി ഉണ്ടാവും. അദ്ദേഹം ഗാനമേളകളിലൂടെ വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാതം നമുക്ക് കുറച്ച് നല്ല പാട്ടുകളും കേൾക്കാൻ പറ്റും, അല്ലേ മീര? ഒരുപാട് വർഷങ്ങളുടെ 22 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആളാണ്. അതെ. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ PC ജോജി. ചേട്ടാ, വെൽക്കം. വെൽക്കം. രാവിലെ വന്നപ്പോ എന്ത് തോന്നുന്നു? രാവിലെ വരുമ്പോൾ നമ്മള് കലാകാരന്മാർക്ക് എപ്പോഴും ഒരു ഇഷ്ടമല്ലാത്തൊരു സമയമാണ് രാവിലെ. രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് കിടന്ന് ഒരു ആവശ്യം. അല്ല, ഞാൻ സാധാരണ സാധകമൊക്കെ രാവിലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാ പഠിക്കുന്ന സമയത്ത്. ഞാൻ പറഞ്ഞ ഗാനമേളകളിലൂടെയാണ് നമുക്ക് ജോജിയേട്ടനെ പരിചയമായിട്ടുള്ളത്. കൂടുതലും ഗാനമേളയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഗാനമേളകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ഗാനമേള എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ഗായകൻ എന്ന നിലയിൽ ഇപ്പൊ നമുക്ക് ഈ പരിപാടി തുടങ്ങാൻ പറ്റുന്നത് ചേട്ടന്റെ ഒരു പാട്ടിലൂടെയാണ്. അപ്പോൾ ഒരു പാട്ട്, ചേട്ടന് ഇഷ്ടമുള്ള പാട്ട്? നമ്മുടെ ഇഷ്ടമുള്ള എല്ലാ പാട്ടും ഇഷ്ടമാണ്. അതായത് നമ്മുടെ ഞാൻ സിനിമയില് ആദ്യമായിട്ട് സിനിമ പഠനം മേരാ നാം ജോക്കർ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. നാദൃഷ്ക നായകനായ രാജാമണി. അതൊരു 4 വരി. എന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫുൾ സോങ് ഞാൻ സിനിമയിൽ പാടുന്നത് ഫ്രീഡം തമ്പി കടന്താണ് സംവിധാനം ചെയ്തത്. റിനിൽ ജോൺസൺ എന്ന് പറഞ്ഞ 2 പേര്. റിനിലാണ് ഇപ്പം ജനപ്രിയനൊക്കെ ജയന്റെ പടം. അപ്പൊ അതൊരു ഫുൾ സോങ് ആയിരുന്നു ആദ്യമായിട്ട്. അതിന്റെ ഒരു 4 വരി ഫ്രീഡത്തില് അല്ലേ? ഫ്രീഡത്തില്
മന്ദാരം പൂക്കും തൊടിയിലെന്നോ ശ്രീരാഗം പാടി നീ വന്നില്ലേ. മന്ദാരം പൂക്കും തൊടിയിലെന്നോ ശ്രീരാഗം പാടി നീ വന്നില്ലേ. ശൃംഗാരം പാടി നീ പൊൻവെയിലേ പൊന്നാരിൻ പാടം കൊയ്തില്ലേ. മംഗല്യ നൂലിഴപ്പാകി എന്നിൽ തുടിക്കുന്ന രാമായി നിറയുകില്ലേ. മന്ദാരം പൂക്കും തൊടിയിലെന്നോ ശ്രീരാഗം പാടി നീ വന്നില്ലേ. ഈ പാട്ടിന്റെ പിന്നിലൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാട്ട് പാടി വന്നിട്ട് ജോയിച്ചേട്ടൻ ഒരു സ്വപ്നം കണ്ടതും അതെന്ന് പറഞ്ഞേ. സ്വപ്നമല്ലേ, രാവിലെയാണ് നമുക്ക് പറയാൻ പറ്റിയ സമയം. രാവിലെ നമ്മൾ ഇത്ര ഒരു ഫുൾ സോങ് സിനിമ പാടുമ്പോ അത് ഈ ഒരു പാട്ടോടുകൂടി നമ്മള് പറയല്ല, ചില പാട്ട് നമ്മുടെ ഏതൊരാളുടെ പാട്ട് മതി നമ്മുടെ ജീവിതം അങ്ങ് ഭയങ്കരമായിട്ടൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഇങ്ങനെ പ്രതീക്ഷ ഇങ്ങനെ സിനിമയെ പാടി ഭയങ്കര ഹിറ്റാവുന്നു. നമ്മളൊക്കെ പിന്നെ ഡയറി നോക്കി ശീലിക്കുന്നു. പിന്നെ കാരണം ഒന്ന് പ്രോഗ്രാം ഇങ്ങനെ മാനേജർമാരെ വെക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കലണ്ടറിൽ ഡേറ്റ് ഇല്ല, കലണ്ടറുകളൊക്കെ ഒരുപാട് മേടിച്ച് ഡേറ്റ് ഒക്കെ തീർന്നിട്ടങ്ങ് അതൊക്കെ ചുമ്മാ തമാശന്. പക്ഷെ സിനിമ വേണ്ടത്ര രീതിയിൽ അതുകൊണ്ട് വിജയിച്ചില്ല. എല്ലാം പുതുമുഖങ്ങളായിരുന്നു. ഇന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പടം, കാരണം അന്നത്തെ കാലത്ത് അങ്ങ് പെട്ടെന്ന് ഇന്നിപ്പോ എല്ലാം പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്നത് ഫാഷനായി, പുതിയൊരു ഫാഷനായി മാറി. അതുപോലെ അറിയാത്തവർ ചെയ്യുന്ന ആ പണിക്കൊരു ഭംഗിയായി. ആ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ, എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാരെ ഇപ്പൊ പാട്ട് പാടുന്ന കാര്യത്തിലാണെങ്കിൽ പോലും കറക്റ്റ് പെർഫെക്ഷനായിട്ട് പാടുന്നതിനേക്കാൾ അത് കേട്ട് നമ്മളങ്ങ് പാട്ടുകാർ. അതല്ലാതെ പാട്ടുകാരല്ലാത്ത ആൾക്കാർ പാട്ട് പാടി കേൾക്കുമ്പോൾ ഉള്ളൊരു സുഖം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അത് എങ്ങനെ ഇരിക്കും, ഒരു വെറൈറ്റി. ആ വെറൈറ്റി ചേട്ടന് വരുന്നത് ശരിയാണോ തെറ്റാണോ ഭീഷണിയാണോ എന്താണ്? അങ്ങനെയുള്ളവരൊക്കെ തുടങ്ങിയാൽ നമ്മള് അതെന്താന്നറിയാം, അത് എനിക്ക് തോന്നുന്നത് സംഗീതത്തിൽ മാത്രമുള്ള അങ്ങനെ ഒരു പരീക്ഷണം. ഈ ജോലി നമുക്ക് ശരിക്കും നമ്മൾ ജോലി ചെയ്യാൻ അറിയാത്ത, ജോലി മീൻസ് നമുക്ക് വ്യക്തമായ ഒരു പഠനമോ ഒന്നുമില്ലാത്ത ഒരാള് ഇഷ്ടം കൊണ്ട് ഒരു ജോലി ചെയ്യുന്നത് സംഗീതത്തിൽ മാത്രമേ നമ്മൾ അനുവദിക്കുന്നുള്ളൂ, അത് കേൾക്കുന്നുള്ളൂ. വേറെ ഒരു ഈ കലയുമായി ബന്ധപ്പെട്ട്, കലയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലാതെ ഒരാളൊരു കച്ചേരി നടത്തുന്നു, അവനത് ഞാൻ അക്കാഡമിയിൽ ഗാനഭൂഷണം കഴിഞ്ഞു, BA കഴിഞ്ഞിട്ട് പോലും ഒരു കച്ചേരി ഇതുവരെ നടത്തിയിട്ടില്ല എനിക്ക്. കാരണം അത് വേറൊരു ട്രാക്കാണ്. നമ്മൾ സിനിമയിൽ 22 വർഷം അല്ല എത്ര വർഷം ഗാനമേളയ്ക്ക് പാടി നടന്നാലും റെക്കോർഡിങ്ങിന് പറയുന്നത് കച്ചേരി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രോട്ടോകോൾ, അതിന്റെ ഒരു രീതിയുണ്ട്. അത് വ്യക്തമായി പഠിച്ച് എക്സ്പീരിയൻസ് വന്നാലേ ചെയ്യാൻ പറ്റും. അപ്പോൾ സിനിമാ പാട്ടിന്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും എന്ത് ചെയ്യാന്നുള്ളത് അത് ശരിക്കും തെറ്റാണ്. അത് ചെയ്യാൻ നമ്മൾ പാചകരംഗത്ത് നിന്നും പരീക്ഷിക്കാറുള്ളൂ. നമ്മള് പാചകം ചെയ്യുമ്പോഴേ വയറ് കേടാവൂല. ചമ്മന്തി അരച്ച് പഠിച്ച് ശീലിച്ചു വരുന്നേ ഉള്ളൂ. ആ കുഴപ്പമില്ല, അത് മൊത്തം പഠിക്കണ്ട, കയറി അരച്ചോളാൻ പറ്റത്തില്ലല്ലോ. എന്ന് പറയുന്ന പോലെ ഈ മറ്റേ നമ്മള് നാട്ടുംപുറത്ത് പറയുമല്ലോ, ആർക്ക് പാതോടെയെല്ലാം കോഴിയുടെ പടലി എന്ന് പറഞ്ഞ പോലെ ആർക്കും എന്തും കാണിക്കുന്ന ഒരു മേഖലയായി സംഗീതം അത് മാറും. അതാണ് എല്ലാ കാലം. ഈ ഗാനമേളകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ ഈ ഗാനമേളയ്ക്ക് ഒരു ന്യൂ ജനറേഷൻ വന്നിട്ടുണ്ട് ഇപ്പോഴും. പണ്ടത്തെ ഗാനമേള ഈ ഗാനമേളയ്ക്കുള്ള ന്യൂ ജനറേഷൻ വരെ കോൾലെസ്. ഞാനിതൊക്കെ എന്താ പറയുന്നത്, ചില ഒരു പക്ഷെ കേൾക്കുന്നവർക്ക് ഇത് ഒന്ന് ശരിയായിക്കോണമെന്നുള്ളത് എന്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു എന്താ പറയേണ്ട ഒരു കാഴ്ചപ്പാട് പറയുന്നില്ല, അതൊന്നും ശരിയായിരിക്കണമെന്നില്ല എന്നോട് അല്ലേ. നമ്മള് കോൾലെസ് മൈക്രോഫോൺ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു 60% തമിഴ് പാട്ടുകാരുണ്ടായില്ലായിരുന്നു എന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതാണ് കാരണം. അതായത് കോഡ്ലെസ് മൈക്കും തമിഴ് പാട്ടുകാരും തമിഴ് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജിൽ നിന്ന് നമുക്ക് ഈ പാട്ട് പാടി നമ്മുടെ പല്ലവിയോടുകൂടി പാട്ടിന്റെ പണി കഴിയും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് സ്റ്റേജിൽ. നമ്മളൊക്കെ മലയാളം പാട്ടാണ്, ഹിന്ദി പാട്ടാണ്, തമിഴ് പാട്ടിൽ തന്നെ നല്ല സിംഗേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, മെലോഡി പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ത്രൂ ഔട്ട് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നു. അവരൊക്കെ അവസാനത്തെ പല്ലവി വരെയും പെർഫോമാണ്, പാട്ടിലൂടെയാണ് അവരുടെ പെർഫോമൻസ്. അപ്പൊ ചില ആൾക്കാർക്ക് പല്ലവിയോടുകൂടി അവരുടെ പാട്ടിലുള്ള പണി കഴിഞ്ഞു. പിന്നെ ഈ അനുപല്ലവിയും ചരണമൊക്കെ പിടിച്ചു അപ്പൊ അവര് സ്റ്റേജിന്റെ പുറത്തോട്ട് ചാടും.
അതൊക്കെ സംഗീതം അതൊരു നല്ലൊരു പ്രവണതയല്ല. അതിനോടൊന്നും എനിക്ക് ആളുകൾ എൻജോയ് അതിനെ ആര് ചെയ്താലും നമുക്ക് ആൾക്കാർ എൻജോയ് ചെയ്യുകയല്ല. അതെന്താ പറയാ, അത് നമ്മളിപ്പോ എന്ത് കാണിച്ചാലും ആൾക്കാർ എൻജോയ് അത് അതിന്റെയൊക്കെ അവസാനം അല്ല, ആ സ്റ്റേജിന് ഒരു വില വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വാല്യൂ നമ്മൾ അതിന് കൊടുക്കണം. സ്റ്റേജിന് വില വേണമെങ്കിൽ ഓഡിയൻസ് ആണ് നമ്മളെ ഗൗരവമായിട്ട് കാണണം. ഓഡിയൻസിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം അല്ലേ. നമ്മളെക്കാൾ കഴിവുള്ളവരാണ് അവർ. കാരണം ഇത് ഒരു 20 പേരടങ്ങുന്ന ഒരു ഗാനമേളക്കാര് നിൽക്കുന്നത് 25,000 പേരടങ്ങുന്ന ഒരു ഓഡിയൻസിന്റെ ബലത്തിലാണ് അല്ലേ. അവര് നമ്മുടെ പാട്ട് എൻജോയ് ചെയ്തില്ല, നാളെ തൊട്ട് ഞങ്ങളെ ഗാനമേളാക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊക്കെ ജീവിക്കുന്നത് അവരുടെ ആ ഒരു ഇതിനാണ്, സപ്പോർട്ടാണ്. അപ്പോൾ ഓഡിയൻസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അവര് താങ്ങിക്കോളും. അതിനുള്ളൊരു പക്വത അവർക്കായി. കാരണം കേരളത്തിൽ നമ്മുടെ ഗാനമേള കേൾക്കുന്ന അതേ ഓഡിയൻസ് തന്നെയാണ് ആ അമ്പലത്തിൽ 1ാം ഉത്സവത്തിന് കച്ചേരി ആണെങ്കിൽ അത് കേൾക്കുന്നത്, 2ാം ഉത്സവത്തിന് ബാലയാണെങ്കിൽ അവർ സെയിം ഓഡിയൻസ് തന്നെയാണ്. അപ്പോ ഒരു കച്ചേരി നടത്തുമ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കുന്ന ഓഡിയൻസ് എന്തുകൊണ്ട് നമ്മുടെ ഗാനമേള കേൾക്കുമ്പോൾ അടിയുണ്ടാക്കുന്നു? അതൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ട് നമ്മുടെ അതിന്റെ നമ്മൾ കണ്ടെത്തിയ ഒരു ആൻസർ എന്ന് പറയുന്നത്, നമ്മൾ പാട്ടിലൂടെ ഓഡിയൻസിനെ റിച്ചാണ്. എല്ലാ അടിപൊളി എന്ന് പറഞ്ഞ് പാടുന്ന പാട്ടുകളൊക്കെ അതിലൊരു മെലോഡിയുടെ അംശമാണ് അല്ലെ. പഴയ ഇളയരാജയുടെ അടിപൊളി പാട്ടെടുത്ത എല്ലാം മെലോഡിയല്ലേ. ഇപ്പൊ SP ബാലസുബ്രഹ്മണ്യന്റെ ഗാനമേള നമ്മൾ കേൾക്കുന്നു, അതിലും അടിപൊളിയില്ലേ എല്ലാം മെലോഡി. ശങ്കരാഭരണം എന്ന് പറഞ്ഞൊരു പാട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം. പക്ഷെ ആ അടിപൊളി പാട്ടൊക്കെ അതിൽ മെലോഡിയാണ്. അതൊക്കെ ആൾക്കാരിങ്ങനെ നമ്മളുമായിട്ട് ബന്ധമുള്ള പാട്ടാന്ന് തോന്നുന്നു. എത്ര അടിപൊളി ചില പാട്ട് പാടി കഴിയുമ്പോൾ ഈ ഓഡിയൻസുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അവരൊക്കെ ഇങ്ങനെ ഇരിക്കുക. അത് എന്ത് പാട്ടാണെങ്കിൽ ഇപ്പോഴത്തെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ സിംഗേഴ്സ്, നമ്മളിപ്പോഴത്തെ സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രായമായി ഇപ്പോഴത്തെ സിംഗേഴ്സ് എന്ന് പറഞ്ഞ് നടക്കാം ഞാൻ. ഇപ്പോഴത്തെ സിംഗേഴ്സിന്റെ ഒരു ആലാപന ശൈലി എന്ന് പറയുന്നത്, അവര് പണ്ടൊക്കെ ഒരു പാട്ട് കേൾക്കുമ്പം സിനിമയിൽ ഇന്നതായിരിക്കും. ഇപ്പൊ നമ്മള് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം വികാരനാവുക. അതെ, ഒരു 10-40 വയസ്സുള്ള ഒരു മനുഷ്യന്റെ പ്രേമം, കടപ്പുറം എന്ന് നമുക്കറിയാം. അത് യേശുദാസ് തന്നെ പാടുന്ന മിഴിയറിയാതെ വന്നു നിന്നിരിയൂഞ്ഞാലിൽ, അത് കേൾക്കുമ്പോൾ അറിയാം റൊമാൻറ്റിക്കാണ്. ഇപ്പോൾ ഉള്ള ഈ പുതിയ സിംഗേഴ്സ് പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്കത് എന്താണ് സിനിമയിൽ അത് ഞാൻ കേൾക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കുന്നത് ഈ വലിവുള്ള നായകൻ, അദ്ദേഹത്തിന്റെ വലിയ ആസ്മാരോഗിയായ ഒരു നായകന് ഡോക്ടർ ഗുളിക കൊടുത്തു കഴിഞ്ഞിട്ട് ഒരല്പം ആശ്വാസം. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഒരു പാട്ട് പാടുന്നു. ഇതാണ് എന്റെ മനസ്സിൽ ഈ ഇപ്പോഴത്തെ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഫീലാണ്. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഇന്നതായിരിക്കും നമ്മള് അല്ലെ. ഞാനിപ്പം ഒരു ലോക്കൽ പാട്ട് എത്ര ഭംഗിയായിട്ട് പാടിയെന്ന് പറഞ്ഞാലും അതിന് ഒരു വിലയില്ല. നമ്മളിനി എങ്ങനെ പാടി എന്ന് പറഞ്ഞാലും അതിന്റെ അത്ര. പക്ഷെ ഒരു നല്ല പാട്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഞാൻ മനസ്സിലാക്കിയതുള്ളൂ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു എനിക്ക് ഭാഗ്യം കിട്ടിയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും വർഷമായിട്ട് എപ്പോഴും നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടും. അപ്പൊ അന്നത്തെ വീണപ്പൂവേ, മലർക്കൊടി പോലെ പഴയതാണെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ്. അപ്പൊ ആ ഒരു പാട്ടിനോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് നമ്മുടെ അടുത്തും ഇങ്ങനെ വരും. അപ്പം നമ്മള് അങ്ങനെയുള്ള പാട്ടുകൾ പാടി 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 നമ്മളൊരു എക്സ്പീരിയൻസ്